ഫ്രണ്ട്സ്, ദൈവം ആദമിനെയും ഹൗവായെയും ഏദൻ തോട്ടത്തിൽ നിന്നും പുറത്താക്കിയതിന് ശേഷമുള്ള അവരുടെ ജീവിതത്തെക്കുറിച്ചുള്ള ദി ഫസ്റ്റ് ബുക്ക് ഓഫ് ആദം ആൻഡ് ഈവിന്റെ 28-ാം അധ്യായം വരെയുള്ള വീഡിയോകൾ നിങ്ങൾ ഇതിനോടകം കണ്ടു കാണുമല്ലോ. ഈ വീഡിയോയിൽ 29-ാം അധ്യായം മുതലാണുള്ളത്. സാത്താന്റെ വഞ്ചനയുടെയും അതിനെതിരെ ആവശ്യമായ ജാഗ്രതയുടെയും പ്രമേയത്തെ ഊന്നിപ്പറയുന്ന അധ്യായം 29 നമുക്കൊന്ന് കേൾക്കാം. 1. എന്നാൽ സൗമ്യനും വഞ്ചനയില്ലാത്തവനുമായ ആദമിനെ സാത്താൻ തന്റെ പലവിധ ഉപായങ്ങളാൽ കൊല്ലുവാൻ ആഗ്രഹിക്കുന്നുവെന്ന് കരുണാനിധിയായ ദൈവം കണ്ടപ്പോൾ ദൈവം ഉച്ചത്തിൽ സംസാരിച്ചുകൊണ്ട് അവനെ ശപിച്ചു. അത് കേട്ട സാത്താനും അവന്റെ സൈന്യങ്ങളും ഓടിപ്പോയി. ആ സമയം പർവ്വതത്തിന്റെ മുകളിൽ നിൽക്കുകയായിരുന്ന ആദമും ഹൗവായും അവിടെ നിന്ന് താഴെയുള്ള വിശാലമായ ലോകം കണ്ടു. എന്നാൽ അവരുടെ അടുത്തുണ്ടായിരുന്ന ആതിഥേയരെ ആരെയും കണ്ടതുമില്ല. 3. അപ്പോൾ ആദമും ഹൗവായും ദൈവത്തിന്റെ മുമ്പാകെ കരഞ്ഞുകൊണ്ട് അവരോട് പൊറുക്കേണമേ എന്നപേക്ഷിച്ചു. 4. ദൈവത്തിൽ നിന്നുള്ള വചനം അപ്പോൾ ആദമിന് വന്നു. ഈ സാത്താൻ നിന്നെയും നിന്റെ സന്തതിയെയും വഞ്ചിക്കുവാൻ നോക്കുന്നു എന്ന് നീ അറിയുക, ഗ്രഹിക്കുക. 5. അപ്പോൾ ആദം കരഞ്ഞുകൊണ്ട് അപേക്ഷിച്ചു, ഞങ്ങൾക്കൊരാശ്വാസത്തിനായി, അതിനൊരടയാളമായി തോട്ടത്തിൽ നിന്നും എന്തെങ്കിലും ഞങ്ങൾക്ക് തരണമേ എന്ന്. 6. ആദമിന്റെ ചിന്തകളെ മനസ്സിലാക്കിയ ദൈവം അപ്പോൾ മീഖായേൽ മാലാഖിയെ ഇന്ത്യ വരെ നീണ്ടുകിടക്കുന്ന കടലിലേക്ക് അയച്ചു. അവിടെ നിന്നും സ്വർണ്ണ വടികൾ എടുത്തുകൊണ്ടുവന്നത് ആദമിന് കൊടുക്കുവാൻ കൽപ്പിച്ചു. 5. ആദമിനോട് കൂടെ ഗുഹയിൽ ഈ സ്വർണ്ണ ദണ്ഡുകൾ ഇരുന്നാൽ അതിന്റെ പ്രകാശം ആദമിന് ലഭിക്കും. അതിന്റെ പ്രകാശത്തിൽ തനിക്ക് ചുറ്റുമുള്ള രാത്രിയിലെ ഇരുട്ടിനോടുള്ള ആദമിന്റെ ഭയത്തിന് അറുതി വരുത്തുവാനായി ദൈവം തന്റെ ജ്ഞാനത്താൽ ഇത് ചെയ്തു. 8. അപ്പോൾ മീഖായേൽ ദൂതൻ ദൈവത്തിന്റെ കൽപ്പന പ്രകാരം ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. ദൈവം തന്നോട് കൽപ്പിച്ചതുപോലെ സ്വർണ്ണ ദണ്ഡുകൾ എടുത്ത് ദൈവത്തിന്റെ അടുക്കൽ എത്തിച്ചു. ആദാമിനും ഹൗവയ്ക്കും അവരുടെ ഭൂതകാല പ്രതാപത്തിന്റെയും നഷ്ടപ്പെട്ട വെളിച്ചത്തിന്റെയും വർത്തമാനകാല സങ്കടത്തിന്റെയും പ്രതീകങ്ങളായി അവരുടെ കഷ്ടപ്പാടുകളിൽ ആശ്വാസം നൽകുവാൻ ദൈവം ദൂതന്മാരോട് കൽപ്പിക്കുന്നതാണ് അടുത്ത 2 അധ്യായങ്ങളിൽ. നമുക്കതൊന്ന് കേൾക്കാം. 30:1. ഇതിന് ശേഷം ദൈവം ഗബ്രിയേൽ ദൂതനോട് തോട്ടത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് അത് കാക്കുന്ന കെരൂബിനോട് ഇപ്രകാരം പറയുവാൻ പറഞ്ഞു, ഇതാ ഇവിടെ ഈ തോട്ടത്തിൽ വരാനും ഇവിടെ നിന്ന് നല്ല സുഗന്ധമുള്ള ധൂപവർഗം എടുത്ത് ആദമിന് നൽകുവാനും ദൈവം എന്നോട് കൽപ്പിച്ചിരിക്കുന്നു എന്ന്. 2. ദൈവം കൽപ്പിച്ചതനുസരിച്ച് ഗബ്രിയേൽ മാലാഖ താഴേക്ക് ഇറങ്ങി വന്ന് ദൈവം അരുളി ചെയ്തതൊക്കെയും കെരൂബിനെ അറിയിച്ചു. കെരൂബ് അങ്ങനെയാകട്ടെ എന്ന് പറഞ്ഞതനുസരിച്ച് ഗബ്രിയേൽ മാലാഖ ധൂപവർഗം അവിടെ നിന്നും എടുത്തു. അതിനുശേഷം ദൈവം റാഫേൽ മാലാഖയെ വിളിച്ചു. തോട്ടത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് കെരൂബിനോട് പറഞ്ഞിട്ട് അവിടെ നിന്നും കുറച്ച് മൂറ് ആദാമിനായി കൊണ്ടുവരുവാൻ കൽപ്പിച്ചു. 5. അതനുസരിച്ച് റാഫേൽ മാലാഖ തോട്ടത്തിലെത്തി ദൈവത്തിന്റെ അരുളപ്പാട് കെരൂബിനെ അറിയിച്ചു. അങ്ങനെ ആകട്ടെ എന്ന് കെരൂബ് പറഞ്ഞതനുസരിച്ച് അവിടെ നിന്നും മാലാഖ മൂറുമായി മടങ്ങിപ്പോയി. 7. വിലയേറിയ കല്ലുകളുള്ള ഇന്ത്യൻ കടലിൽ നിന്നും ഉള്ളതാണ് സ്വർണ്ണവടികൾ. ഏദൻ തോട്ടത്തിന്റെ കിഴക്കേ അതിർത്തിയിൽ നിന്നായിരുന്നു ധൂപം. ആദമിന് കൈപ്പേറിയ അനുഭവങ്ങൾ ഉണ്ടായ പടിഞ്ഞാറേ അതിർത്തിയിൽ നിന്നുമായിരുന്നു മൂർ. 8. തോട്ടത്തിലെ ജീവവൃക്ഷത്തിന്റെ അടുക്കൽ നിന്നുമുള്ള ഈ 3 എണ്ണവും ദൂതന്മാർ ദൈവസന്നിധിയിൽ സമർപ്പിച്ചു. ആദമിനും ഹവ്വയ്ക്കും
അവരുടെ ദുഃഖത്തിൽ നിന്നും അല്പം ആശ്വാസം കിട്ടേണ്ടുന്നതിനായി ദൈവം മാലാഖമാരോട് അവയൊക്കെയും നീരുറവയിൽ മുക്കി ആ വെള്ളം ആദാമിൻ്റെയും ഹവ്വയുടെയും മേൽ തളിക്കുവാനും അതിനുശേഷം അവ അവർക്ക് കൊടുക്കുവാനും കൽപ്പിച്ചു. ആദമും ഹവ്വായും സാത്താൻ അവരെ കൊണ്ടുപോയി നിർത്തിയ ആ വലിയ പർവ്വതത്തിന് മുകളിൽ അപ്പോഴും നിൽക്കുകയായിരുന്നു. മാലാഖമാർ അവിടെ ചെന്ന് ദൈവം കൽപ്പിച്ചതുപോലെ ഒക്കെയും ചെയ്തു. അതൊക്കെയും അവർക്ക് കൊടുക്കുകയും ചെയ്തു. സ്വർണ്ണ വടികളും ധൂപവും മൂറും കണ്ടപ്പോൾ ആദാം സന്തോഷത്താൽ കരഞ്ഞു. സ്വർണം താൻ വന്നപ്പോൾ ഉണ്ടായിരുന്ന രാജ്യത്തിന്റെ അടയാളമാണെന്നും ധൂപം തന്നിൽ നിന്നെടുത്ത പ്രകാശത്തിന്റെ അടയാളമാണെന്നും മൂർ താൻ അനുഭവിച്ച ദുഃഖത്തിന്റെ അടയാളമാണെന്നും അവൻ കരുതേ. അധ്യായം 30. അതിനുശേഷം ദൈവം ആദമിനോട് പറഞ്ഞു, നീ നിനക്കൽപ്പം ആശ്വാസം ലഭിക്കുവാനായി തോട്ടത്തിൽ നിന്ന് എന്തെങ്കിലും എനിക്ക് തരുമോ എന്ന് എന്നോട് ചോദിച്ചു. ഇപ്പോൾ ഈ 3 അടയാളങ്ങൾ ഞാൻ നിനക്ക് നിന്റെ ആശ്വാസത്തിനായി തന്നിരിക്കുന്നു. നീ എന്നിലും നീയുമായുള്ള എൻ്റെ ഉടമ്പടിയിലും വിശ്വസിക്കേണ്ടതിനായിട്ടാണിത്. 2. എന്തുകൊണ്ടെന്നാൽ ഞാൻ വന്ന് നിന്നെ രക്ഷിക്കും. ഞാൻ മാംസത്തിലായിരിക്കുമ്പോൾ രാജാക്കന്മാർ പൊന്ന്, മൂർ, ധൂപം ഇവ കൊണ്ടുവരും. എൻ്റെ രാജ്യത്തിൻ്റെ അടയാളമായി പൊന്ന്, എൻ്റെ ദിവ്യത്വത്തിൻ്റെ അടയാളമായി ധൂപം, എൻ്റെ ബലിയുടെയും മരണത്തിൻ്റെയും അടയാളമായി മൂർ. ആദമേ, ഇപ്പോൾ ഇവയെ നീ നിന്റെ അടുക്കൽ ഗുഹയിൽ വെക്കണം. സ്വർണം രാത്രിയിൽ നിന്റെ മേൽ പ്രകാശം ചൊരിയും. ധൂപവർഗത്താൽ നിനക്ക് നല്ല ഗന്ധം അനുഭവിക്കുവാൻ കഴിയും. നിന്റെ ദുഃഖത്തിൽ നിനക്ക് ആശ്വാസം പകരുവാൻ മൂറും ഉതകും. 4. ദൈവത്തിൽ നിന്നും ഇത് കേട്ട ഉടൻ തന്നെ ആദം അദ്ദേഹത്തെ നമസ്കരിച്ചു. കരുണയോട് അവരെ ചേർത്ത് പിടിച്ച ദൈവത്തിനെ അവനും ഹവ്വായും ആരാധിക്കുകയും നന്ദി പറയുകയും ചെയ്തു. 5. അപ്പോൾ ദൈവം മിഖായേൽ, ഗബ്രിയേൽ, റാഫേൽ എന്നീ 3 മാലാഖമാരോട് അവർ കൊണ്ടുവന്നിരിക്കുന്നത് ഓരോരുത്തരായി കൊണ്ടുവന്ന് ആദമിന് കൊടുക്കുവാൻ കൽപ്പിച്ചു. അപ്പോൾ അവർ ഓരോരുത്തരായി വന്ന് ആദമിന് അത് കൊടുത്തു. അതിനുശേഷം മാലാഖമാരായ സുരിയേലിനോടും സത്താലിനോടും ദൈവം ആദാമിനെയും ഹവ്വായെയും താങ്ങി ആ ഉയർന്ന മലമുകളിൽ നിന്ന് ഇറക്കി നിധികളുടെ ഗുഹയിലേക്ക് കൊണ്ടുപോകുവാൻ കൽപ്പിച്ചു. ഗുഹാമുഖം വടക്കു ഭാഗത്തായിരുന്നതിനാൽ അവിടെ അവർ ഗുഹയുടെ തെക്കു ഭാഗത്ത് സ്വർണവും കിഴക്ക് ഭാഗത്ത് ധൂപവും പടിഞ്ഞാറ് ഭാഗത്ത് മീറും വെച്ചു. പിന്നീട് ദൂതന്മാർ ആദമിനെയും ഹവ്വായെയും ആശ്വസിപ്പിച്ചതിന് ശേഷം അവിടെ നിന്നും പോയി. ആകെ 70 സ്വർണവടികൾ, 12 പൗണ്ട് ധൂപവർഗവും 3 പൗണ്ട് മൂറുമായിരുന്നു അതിലുണ്ടായിരുന്നത്. പൊന്ന് താൻ വന്ന രാജ്യത്തിന്റെ അടയാളമാണെന്നും ധൂപം തന്നിൽ നിന്ന് എടുക്കപ്പെട്ട തിളക്കമാർന്ന വെളിച്ചത്തിന്റെ അടയാളമാണെന്നും മീർ താൻ ഇപ്പോൾ അനുഭവിക്കുന്ന ദുഃഖത്തിന്റെ അടയാളമാണെന്നും കരുതിയ ആദം ആ സ്വർണവടികളും ധൂപവർഗവും മീറും കണ്ടപ്പോൾ ആഹ്ലാദിക്കുകയും അതോടൊപ്പം ദുഃഖത്താൽ കരയുകയും ചെയ്തു. അധ്യായം 32. 7 ദിവസം വരെ ആദാമും ഹവ്വായും ഒന്നും കഴിക്കാതെ ആ ഗുഹയിൽ തന്നെ കഴിഞ്ഞു. അവർ ഭൂമിയിലെ പഴങ്ങൾ ഭക്ഷിക്കുകയോ വെള്ളം കുടിക്കുകയോ ചെയ്തില്ല. 8-ാം ദിവസം നേരം പുലർന്നപ്പോൾ ആദം ഹവ്വയോട് പറഞ്ഞു, ഹവ്വ, തോട്ടത്തിൽ നിന്ന് എന്തെങ്കിലും കുറച്ച് നമുക്ക് തരണമേ എന്ന് നാം അപേക്ഷിച്ചപ്പോൾ ദൈവം ദൂതന്മാരെ അയച്ച് നാം ആഗ്രഹിച്ചത് നമുക്ക് തന്നു. ഇപ്പോൾ ഹവ്വ, നീ എഴുന്നേൽക്കൂ, നമുക്ക് ആദ്യം കണ്ട കടലിലേക്ക് പോകാം. ദൈവം വീണ്ടും നമ്മോട് അനുകൂലമാകണേ എന്നും തോട്ടത്തിലേക്ക് നമ്മെ തിരികെ കൊണ്ടുവരണമേ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ആ വെള്ളത്തിൽ നിൽക്കാം. അല്ലെങ്കിൽ നമുക്ക് ചോദിക്കാം, നമുക്ക് വേറെ എന്തെങ്കിലും തരികയോ നാം താമസിക്കുന്ന ഈ നാടല്ലാതെ
ഇതിനേക്കാൾ നമുക്ക് ആശ്വാസം കിട്ടുന്ന മറ്റേതെങ്കിലും നാട്ടിലേക്ക് നമ്മെ മാറ്റുമോ എന്ന്. അതിനുശേഷം ആദമും ഹവ്വയും ഗുഹയിൽ നിന്ന് ഇറങ്ങി. അവർ മുമ്പ് തന്നെത്താൻ എടുത്തു ചാടിയ അതേ കടലിൻ്റെ അതിർത്തിയിൽ പോയി നിന്നു. ആദം ഹവ്വയോട് പറഞ്ഞു, വരൂ ഹവ്വ, ഇവിടെ ഇറങ്ങിക്കോളൂ. ഞാൻ നിന്റെ അടുക്കൽ വരും വരെ നീ ഇവിടെ നിന്നും പുറത്തു വരരുത്. നമ്മോട് ക്ഷമിക്കാൻ തീക്ഷ്ണമായ ഹൃദയത്തോടുകൂടി നന്നായി താഴ്മയോടുകൂടി ദൈവത്തോട് പ്രാർത്ഥിക്കുക. ഞാൻ മറ്റൊരു സ്ഥലത്തേക്ക് പോയി അതിൽ ഇറങ്ങി നീ ചെയ്യുന്നത് പോലെ തന്നെ ചെയ്യാം. ആദം നിർദ്ദേശിച്ചതുപോലെ ഹവ്വ വെള്ളത്തിലിറങ്ങി. മറ്റൊരിടത്തായി ആദമും. അവരുടെ പാപങ്ങൾ പൊറുത്ത് പഴയ അവസ്ഥയിലേക്ക് അവരെ തിരിച്ചു കൊണ്ടുവരുവാൻ അപേക്ഷിച്ചുകൊണ്ടവർ പ്രാർത്ഥനയിൽ മുഴുകി. ആ വെള്ളത്തിൽ നിന്നു. ആ വെള്ളത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടവർ 35 ദിവസം നിന്നു. അധ്യായം 33. എന്നാൽ സകല നന്മകളെയും വെറുക്കുന്ന സാത്താൻ അവരെ ഗുഹയിൽ അന്വേഷിച്ചു ചെന്നു. വളരെ ശ്രദ്ധാപൂർവം അവരെ തിരിഞ്ഞുവെങ്കിലും അവൻ അവരെ കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല. അവസാനം വെള്ളത്തിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന അവരെ കണ്ട സാത്താൻ ഇങ്ങനെ ചിന്തിച്ചു, ആദമും ഹവ്വായും തങ്ങളുടെ അതിക്രമങ്ങൾ ക്ഷമിക്കണമെന്നും അവരെ അവരുടെ പഴയ അവസ്ഥയിലേക്ക് തിരികെ കൊണ്ടുവരണമെന്നും എൻ്റെ കയ്യിൽ നിന്നും വിടുവിക്കണം എന്ന് ദൈവത്തോട് അപേക്ഷിച്ചുകൊണ്ട് ആ വെള്ളത്തിൽ നിൽക്കുന്നു. എന്നാൽ അവരുടെ പ്രതിജ്ഞ അവരെ കൊണ്ട് ഞാൻ നിറവേറ്റിക്കുകയില്ല. വഞ്ചിച്ച് അവരെ ഞാൻ വെള്ളത്തിൽ നിന്നും പുറത്തു കൊണ്ടുവരും. 33:4. അതിനുശേഷം എല്ലാ നന്മകളെയും വെറുക്കുന്ന സാത്താൻ ആദമിന്റെ അടുത്തേക്ക് പോകാതെ നേരെ ഹവ്വായുടെ അടുക്കലേക്ക് ചെന്നു. ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന സന്തോഷവാനായ ഒരു ദൈവദൂതന്റെ രൂപത്തിൽ അവളുടെ മുമ്പാകെ എത്തിച്ചേർന്ന സാത്താൻ അവളോട് പറഞ്ഞു, നിനക്ക് സമാധാനം. സന്തോഷിക്കുകയും സന്തോഷിപ്പിക്കുകയും ചെയ്യുക. ദൈവം നിങ്ങൾക്ക് അനുകൂലമാണ്. ആദമിനെ രക്ഷയുടെ സന്തോഷ വാർത്ത അറിയിക്കുവാൻ ദൈവം എന്നെ അയച്ചതാണ്. അവൻ ആദ്യത്തേതുപോലെ ശോഭയുള്ള പ്രകാശത്താൽ നിറഞ്ഞിരിക്കുന്നു. 6. ആദം തൻ്റെ പൂർവസ്ഥിതിയിലേക്കുള്ള മാറ്റത്തിൽ സന്തുഷ്ടനായി നീ എൻ്റെ അടുക്കൽ വരേണ്ടതിനായി എന്നെ അയച്ചിരിക്കുന്നു. അവനെ പോലെ പ്രകാശത്താൽ നീയും നിറയേണ്ടുന്നതിനായി പ്രകാശ കിരീടം ഞാൻ നിന്നെയും അണിയിക്കേണ്ടതിനായിട്ടാണ് അവൻ എന്നെ അയച്ചിരിക്കുന്നത്. 7. ആദം എന്നോട് പറഞ്ഞത് എന്തെന്നാൽ, നീ ഹവ്വയോട് സംസാരിക്കുക. അവൾ നിന്നോടൊപ്പം വരുന്നില്ലെങ്കിൽ ഞങ്ങൾ പർവ്വതത്തിന്റെ മുകളിലായിരുന്നപ്പോൾ ഉണ്ടായ ആ അടയാളത്തെക്കുറിച്ച് അവളോട് പറയുക. ദൈവം നിയോഗിച്ച മാലാഖമാർ ഞങ്ങളെ ഗുഹയിലേക്ക് മടക്കിക്കൊണ്ടുവന്നതും പൊന്ന് തെക്കുഭാഗത്തും ധൂപം കിഴക്ക് ഭാഗത്തും പടിഞ്ഞാറ് ഭാഗത്തും മീറും വെച്ചത്. ഇപ്പോൾ വരൂ ഹവ്വ, നമുക്ക് അവൻ്റെ അടുക്കിലേക്ക് പോകാം. 8. അവൻ്റെ ഈ വാക്കുകൾ കേട്ടപ്പോൾ ഹവ്വ അത്യന്തം സന്തോഷിച്ചു. സാത്താന്റെ രൂപം യഥാർത്ഥമാണെന്ന് കരുതി അവൾ കരയിലേക്ക് കയറി. 9. അവർ ആദാമിന്റെ അടുക്കൽ എത്തുന്നത് വരെ മുമ്പേ പോയ സാത്താനെ ഹവ്വ അനുഗമിച്ചു. അവിടെ എത്തിയതോടെ സാത്താൻ അവളിൽ നിന്നും മറഞ്ഞു. അവൾ പിന്നീട് അവനെ കണ്ടതുമില്ല. 10. വെള്ളത്തിനരികെ നിന്ന് ദൈവത്തിന്റെ പാപമോചനത്തിൽ ആഹ്ലാദിച്ചുകൊണ്ടിരുന്ന ആദമിന്റെ മുമ്പാകെ ഹവ്വ വന്നു നിന്നു. ഹവ്വ ആദമിനെ വിളിച്ചപ്പോൾ തിരിഞ്ഞു നോക്കിയ അവൻ ഹവ്വായെ അവിടെ കണ്ടപ്പോൾ അവന്റെ നെഞ്ചിലടിച്ചവൻ കരഞ്ഞു. തങ്ങളുടെ വ്രതം തെറ്റിയ സങ്കടത്തിന്റെ തീവ്രതയാൽ ആദം വെള്ളത്തിൽ മുങ്ങിത്താണു. എന്നാൽ അന്ത്യശ്വാസം വലിക്കുവാൻ പോകുന്ന ആദാമിനെയും അവന്റെ ദുരിതത്തെയും നോക്കിക്കണ്ട ദൈവം സ്വർഗത്തിൽ നിന്ന് തന്റെ വചനത്തെ, അതായത് ദൈവപുത്രനെ അവന്റെ അടുക്കലേക്ക് അയച്ചു. വചനം സ്വർഗത്തിൽ നിന്നും വന്നവനെ വെള്ളത്തിൽ നിന്ന് ഉയർത്തിയിട്ട് അവനോട് പറഞ്ഞു, ഉയർന്ന തീരത്തേക്ക് കയറി ഹവ്വയുടെ അടുക്കലേക്ക് പോകുക. ഹവ്വയുടെ അടുക്കലെത്തിയ ആദം അവളോട് ചോദിച്ചു, ആരാണ് നിന്നോട് ഇവിടെ വരുവാൻ പറഞ്ഞത്?
അപ്പോൾ ഹൗവ തനിക്ക് പ്രത്യക്ഷപ്പെട്ട ദൂതന്റെ പ്രഭാഷണവും അവൾക്കതിനായി കൊടുത്ത അടയാളത്തെക്കുറിച്ചും അവനോട് പറഞ്ഞു. ഇത് കേട്ട് ദുഃഖിച്ച ആദം അത് സാത്താനാണെന്ന് അവൾക്ക് മനസ്സിലാക്കി കൊടുത്തു. എന്നിട്ട് അവളെയും കൂട്ടി അവർ ഇരുവരും കൂടി ഗുഹയിലേക്ക് മടങ്ങി. 2ാം തവണയാണ് വെള്ളത്തിലിറങ്ങിയപ്പോൾ അവർക്കിങ്ങനെ സംഭവിക്കുന്നത്. തോട്ടത്തിൽ നിന്നും ഇറങ്ങി വന്നതിന് ശേഷം 7 ദിവസം കഴിഞ്ഞിട്ടായിരുന്നു ഇത്. അവർ 35 ദിവസം വെള്ളത്തിൽ ഉപവസിച്ചു. അവർ പൂന്തോട്ടം വിട്ടിട്ട് 42 ദിവസം കഴിഞ്ഞിരിക്കുന്നു.